ടൈപ്പ് 1 പ്രമേഹം അഥവാ ജുവനൈൽ ഡയബറ്റിക്സ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി ന്യൂസ് 18 വളരെ വിശദമായ വാർത്താ പരമ്പരയാണ് പ്രേക്ഷകരിലെത്തിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ രോഗാവസ്ഥയുണ്ടാക്കുന്ന ദുരിതങ്ങൾ കുട്ടികളെ മാനസികമായും ശാരീരികമായും തകർക്കുന്നു. സ്കൂളുകളിലെ ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ഇൻസുലിൻ എടുക്കേണ്ട അവസ്ഥയും കുട്ടികൾക്കായി ജോലി ഉപേക്ഷിച്ച് സ്കൂളുകളിൽ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥയും ദയനീയമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി മധുരമില്ലാത്ത ജീവിതം എന്ന വാർത്താ പരമ്പരയിലൂടെ ഇവരുടെ ജീവിതം വരച്ചിടാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഇൻസുലിൻ കുത്തിവയ്പ് മാത്രമാണ് ഏക പരിഹാരം. കുടുംബങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഇളക്കുന്നതാണ് ടൈപ്പ് 1 പ്രമേഹ ചികിത്സ. സർക്കാർ സഹായം ഭൂരിഭാഗം പേരിലേക്കും എത്തുന്നില്ല എന്ന യാഥാർത്ഥ്യവും ഞങ്ങളുടെ അന്വേഷണത്തിൽ വെളിപ്പെട്ടു. സ്കൂളുകളിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ഇൻസുലിൻ കുത്തിവയ്ക്കേണ്ട കുട്ടികളുടെ അവസ്ഥയും കുട്ടികൾക്ക് കൃത്യസമയത്ത് കുത്തിവയ്പ് നൽകാൻ സ്വന്തം ജോലി ഉപേക്ഷിച്ച് സ്കൂളുകളിൽ കാത്തിരിക്കുന്ന അമ്മമാരുടെ പ്രതിസന്ധിയും രോഗബാധിതർ നേരിടുന്ന സാമൂഹിക പ്രതിസന്ധികളും ഈ ദിവസങ്ങളിൽ പ്രേക്ഷകരിൽ എത്തിച്ച വാർത്താ പരമ്പരയിൽ വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന്റെ സഹായം ഭൂരിഭാഗം പേരിലും എത്തുന്നില്ല എന്നതാണ് വസ്തുത. സർക്കാർ എന്തെല്ലാം ഇനി ചെയ്യണം? എന്തെല്ലാം പിന്തുണ ടൈപ്പ് 1 പ്രമേഹത്തോട് പോരാടുന്നവർക്ക് ആവശ്യമുണ്ട്? ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യുകയാണ് ന്യൂസ് 18 ഇപ്പോൾ. ബാല്യത്തിലെ ജീവിത മധുരം നഷ്ടപ്പെട്ടവരാണ് ടൈപ്പ് 1 പ്രമേഹ രോഗികൾ. ഈ വിഷയം വിശദമായി പരിശോധിക്കുന്നു. ഈ മണിക്കൂറിൽ നമുക്കൊപ്പം അതിഥികളും ചേരുന്നു. ഡോക്ടർ ശ്രീജിത്ത് കുമാർ, പ്രമേഹ രോഗ വിദഗ്ധൻ, അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നും തത്സമയം ചേരുന്നു. ഒപ്പം ശ്രീ റിയാസ്, മിഠായി പദ്ധതി കോർഡിനേറ്ററും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ആദ്യം ശ്രീ റിയാസ്, വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു പദ്ധതിയാണ് മിഠായി പദ്ധതി. അതിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? എന്തെങ്കിലും പ്രതിസന്ധികൾ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ടോ? ടൈപ്പ് 1 ഡയബറ്റീസ് രോഗികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യമാണ് മിഠായി പദ്ധതി. കാരണം മറ്റ് ഒരു സംസ്ഥാനത്തിലും ഇല്ലാത്ത ഒരു സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിച്ച കുട്ടികൾക്കായിട്ടുള്ളത്. അത് കേരളത്തിലെ 5 മെഡിക്കൽ കോളേജുകളിൽ തുടങ്ങി ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ ജില്ലാ ആശുപത്രികളിലോ മറ്റ് പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രികളിലോ എന്നുള്ള നിലയിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഇപ്പോൾ മിഠായി പദ്ധതിയുടെ സംവിധാനമുണ്ട്. ആ പദ്ധതി വഴി എല്ലാ കുട്ടികൾക്കും ഇൻസുലിൻ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഗ്ലൂക്കോമീറ്റർ, അതിൻ്റെ സ്ട്രിപ്സ്, അതുപോലെ തന്നെ ഇടവിട്ട സമയങ്ങളിൽ ഉള്ള കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങിനുള്ള സംവിധാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയായിട്ട് നമുക്ക് ഡയബറ്റീസിൻ്റെ കൺട്രോള് ശരിയാകാത്ത കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് എന്നുള്ള സംവിധാനങ്ങൾ നമ്മുടെ മിഠായി പദ്ധതി വഴി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പീഡിയാട്രിഷ്യന്മാരുടെയും അതുപോലെ ഡയബറ്റിക് കൗൺസിലേഴ്സിൻ്റെയും നഴ്സുമാരുടെയും സേവനവും നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മളെല്ലാവരും അഭിമാനത്തോടെ നോക്കിക്കാണേണ്ട ഒരു സംവിധാനമാണ്. കാരണം ഇങ്ങനെ ഒരു സംവിധാനം ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തും ഇപ്പോൾ നിലവിലില്ല. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം സാമ്പത്തികമായും അതുപോലെ തന്നെ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഉത്തരവാദിത്വവും ഒരുപാട് സമയവും കഷ്ടതയും ഒക്കെ വരുന്ന ഒരു രോഗമാണ്. കാരണം ഇടവിട്ട സമയങ്ങളിൽ ഇൻസുലിൻ എടുക്കുകയും ബ്ലഡ് ഷുഗർ നോക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷേ അങ്ങനെ ആ മധുരമില്ലാത്ത ജീവിതത്തിന് കുറേയെങ്കിലും മധുരം പകരാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് മിഠായി പദ്ധതി. ശരി. ഡോക്ടർ ശ്രീജിത്ത് കുമാർ, സംസ്ഥാനത്ത് ഏതാണ്ട് 5000-ഓളം ടൈപ്പ് 1 പ്രമേഹ രോഗികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രമാത്രം പര്യാപ്തമാണ് നമ്മുടെ സംവിധാനങ്ങൾ? ഞങ്ങൾ ഈ പരമ്പരയിലുടനീളം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് കൂടുതലും കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. സ്കൂളുകളിൽ സ്വയം ഇത് പരിശോധിക്കുകയും ഇൻസുലിൻ എടുക്കുകയും ചെയ്യേണ്ടി വരുന്ന കുട്ടികൾ, അവർക്ക് ഒരു തരത്തിലുമുള്ള സഹായം കിട്ടുന്നില്ല. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല, പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയാത്ത ഒരു രോഗം. അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, സാമ്പത്തികമായി അവരുടെ കുടുംബങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു ഞങ്ങളുടെ ഈ പരമ്പര. ആ മേഖലയിൽ ഇനിയും കൂടുതൽ ശ്രദ്ധ അധികൃതരുടേത് പതിയേണ്ടതുണ്ടോ? നമ്മളുടെ സംവിധാനങ്ങൾ എത്രമാത്രം പര്യാപ്തമാണ്? തീർച്ചയായിട്ടും കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല.
ഈ ടൈപ്പ് 1 പ്രമേഹം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ടൈപ്പ് 1 പ്രമേഹം ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പാൻക്രിയാസിൽ ഇൻസുലിൻ്റെ അഭാവം നിമിത്തം ഉണ്ടാകുന്ന പ്രമേഹമാണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, രക്തത്തിലെ പഞ്ചസാര എത്രയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അത് നേരത്തെ ഡോക്ടർ റിയാസ് സൂചിപ്പിച്ച മാതിരി ഒന്നുകിൽ ഗ്ലൂക്കോമീറ്റർ വെച്ചോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, അതായത് 24 മണിക്കൂർ തുടർച്ചയായി പരിശോധിക്കുന്ന ഉപകരണം വെച്ചോ നാം തിരിച്ചറിയണം. രണ്ട്, പര്യാപ്തമായ അളവിൽ ആവശ്യമായ അളവിലുള്ള ഇൻസുലിൻ അവർക്ക് ലഭിക്കണം. ഇൻസുലിൻ തന്നെ പലതരത്തിലുള്ള ഇൻസുലിൻ ഉണ്ട്. അത് ഏത് ഇൻസുലിനാണോ വേണ്ടത് ആ ഇൻസുലിൻ അവർക്ക് ലഭിക്കണം. അപ്പോൾ ഒരു വശത്ത് തീർച്ചയായിട്ടും സങ്കീർണമായ ഒരു രോഗമാണ്. കാരണം ഈ പറയുന്നത് പോലെ ഓരോ തവണയും നമുക്ക് ഷുഗർ പരിശോധിക്കേണ്ടതുണ്ട്, വേണ്ടുന്ന അളവിലുള്ള ഇൻസുലിൻ കൊടുക്കേണ്ടതുണ്ട്, രക്തത്തിനെ കൃത്യമായി ക്രമീകരിച്ച് നിർത്തേണ്ടതുണ്ട്. കാരണം രക്തത്തിലെ ഷുഗർ തീരെ കുറഞ്ഞു കഴിഞ്ഞാലും അപകടമാണ്, ലോ ഷുഗർ എന്ന അവസ്ഥ ഉണ്ടാകും. രക്തത്തിലെ ഷുഗർ കൂടി നിൽക്കുകയാണെങ്കിൽ അത് അവയവങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്നത് മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ കൃത്യമായി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിൽ കഴിഞ്ഞ ഒരു 2-3 ദശാബ്ദം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാഗ്യവശാൽ നേരത്തെ ഡോക്ടർ റിയാസ് സൂചിപ്പിച്ചതുമാതിരി ഇതിലേക്ക് ശ്രദ്ധ വരുന്നു എന്നുള്ളത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ ന്യൂസ് 18 അഭിനന്ദിക്കുന്നു. കാരണം ഇത്രനാൾ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇത്തരത്തിലുള്ളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന്. തീർച്ചയായിട്ടും ഏറ്റവും ആവശ്യമുള്ളൊരു പരിപാടിയാണിത്. കാരണം ഈ ടൈപ്പ് 1 പ്രമേഹമുള്ള ആളുകൾക്ക് അവർക്ക് ജീവിതം മുഴുവൻ നിലവിലെ സാഹചര്യത്തിൽ ഈ 2 കാര്യങ്ങളും ചെയ്തു പോകേണ്ടതുണ്ട്. രക്തത്തിലെ പഞ്ചസാര പരിശോധിച്ച് തിരിച്ചറിയേണ്ടതുമുണ്ട്, ആവശ്യമുള്ള അളവിൽ ഇൻസുലിൻ എടുക്കേണ്ടതുമുണ്ട്. അപ്പോൾ അതിന് 2 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഈ സാധനങ്ങൾ ലഭ്യമാവുക, ഉപകരണങ്ങൾ ലഭിക്കുക, അതിൻ്റെ ക്വാളിറ്റി നല്ലതായി മെച്ചപ്പെട്ടു പോവുക. 2, അതിന് വേണ്ടുന്ന സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഇതിനകത്തെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സർക്കാരിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ മറുവശത്ത് പല പാശ്ചാത്യ രാജ്യങ്ങളിൽ, ഞാൻ തന്നെ ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്ത് ന്യൂകാസിൽ അപ്പോൺ ടൈൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ടൈപ്പ് 1 ഡയബറ്റിക് ക്ലിനിക്ക് ഇപ്പോഴല്ല 20 വർഷം മുമ്പ് ഞാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അവരൊരു ആഘോഷമാക്കുകയാണ്. എല്ലാവരും ടൈപ്പ് 1 കുട്ടികളെല്ലാവരും ഒരുമിച്ച് ചേരുന്നു. എല്ലാ ആഴ്ചയും അവർക്ക് ഗെറ്റ് ടുഗദർ ഉണ്ട്, അവർക്ക് പലതരത്തിലുള്ള പിക്നിക്കുകളുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ അവർക്ക് വേണ്ടിയുണ്ട്. ഒരു സപ്പോർട്ട് ഗ്രൂപ്പ്, വലിയൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ചെലവുള്ളതും ചെലവില്ലാത്തതുമായിട്ടുള്ള നിരവധി സപ്പോർട്ട് മെക്കാനിസംസ് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ടൈപ്പ് 1 കുട്ടികളുടെ കൂട്ടായ്മയുണ്ട്, പക്ഷെ അതിൽ തന്നെ എല്ലാവരും ആയിട്ടില്ല. അപ്പോൾ ഒരു വശത്ത് നമുക്ക് കേരളത്തിലുള്ള മുഴുവൻ ടൈപ്പ് 1 ഡയബറ്റീസ് കുട്ടികളെയും അതുപോലെ മുതിർന്നവരെയും, കുട്ടികൾ മാത്രമല്ല, പലപ്പോഴും എന്താണ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു 16-18 വയസ്സ് വരെയൊക്കെ പലപ്പോഴും സപ്പോർട്ട് കിട്ടുന്നത് 18 വയസ്സ് കഴിയുമ്പോഴേക്ക് അവർ കുട്ടി അല്ലാതാകുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും സപ്പോർട്ട് കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ പഠിത്തം പലപ്പോഴും കഴിയുന്നില്ല. 20-25 വയസ്സ് വരെയൊക്കെ നമുക്കറിയാം കേരളത്തിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് കേരളത്തിലെ മുഴുവൻ ടൈപ്പ് 1 കുട്ടികളെയും അതുപോലെ മുതിർന്നവരെയും ടൈപ്പ് 1 മുഴുവൻ ആളുകളുടെയും ഒരു രജിസ്ട്രി നമുക്കുണ്ടാകണം. 2, ഈ രജിസ്ട്രിയിൽ കൃത്യമായിട്ട് അവരുമായി സംവാദിച്ചുകൊണ്ട് അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കണം. 3, എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മുഴുവൻ ടൈപ്പ് 1 രോഗികൾക്കും ഇൻസുലിൻ തീർച്ചയായിട്ടും സൗജന്യമായി ലഭിക്കണം. എല്ലാവർക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇൻസുലിൻ പേനയോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപക്ഷെ കൂടിയ ഇൻസുലിനോ ചിലപ്പോൾ കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല എങ്കിൽ പോലും അവർക്ക് ആവശ്യമുള്ള ഗ്ലൂക്കോമീറ്ററും സ്ട്രിപ്പും ഇപ്പോൾ വളരെ വില കുറഞ്ഞൊക്കെ സ്ട്രിപ്പ് ലഭ്യമാണ്. 10 രൂപയ്ക്കൊക്കെ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പ് ലഭ്യമാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും ഗ്ലൂക്കോമീറ്ററും സ്ട്രിപ്പും ഇൻസുലിനും ലഭിക്കുക എന്നുള്ളത് അത്യാവശ്യവും അത്യന്താപേക്ഷിതവുമാണ്. അത് സൗജന്യമായിട്ട് പ്രായഭേദമന്യേ ടൈപ്പ് 1 രോഗികൾക്ക് ലഭിക്കണം. അതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ തുടക്കം വേണ്ടത്. രണ്ടാമതായിട്ട് കഴിയുന്നിടത്തോളം പേർക്ക് നേരത്തെ ഡോക്ടർ റിയാസ് സൂചിപ്പിച്ചതുമാതിരി കഴിയുന്നിടത്തോളം നമുക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ ഇൻസുലിൻ പേനയോ ഇനി അത്യാവശ്യം വേണ്ടവർക്ക് ഇൻസുലിൻ പമ്പോ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും ഒരു നല്ല കാര്യമായിരിക്കും. അതിനോടൊപ്പം സാമൂഹ്യമായിട്ടുള്ള ശക്തമായ അവബോധം വേണം. കാരണം ഇവരുടെ ജോലി, ഇവരുടെ കല്യാണം, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ തന്നെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ചില കുട്ടികൾ, ഞാൻ വളരെ കുട്ടിയായിരിക്കും കാണുന്നത്, ഇന്ന് അവർ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന, വലിയ ബാങ്ക് ഓഫീസറൊക്കെ ആയിരിക്കുന്ന വലിയ നിലയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ സമൂഹത്തിലെ ഏത് ഉന്നത ശ്രേണിയിൽ എത്തുവാനും അവർക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ്, അത് സെൽഫ് സപ്പോർട്ട് ഗ്രൂപ്പും അതുപോലെ ഒരു സോഷ്യൽ സപ്പോർട്ട് ഗ്രൂപ്പും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. തീർച്ചയായും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഇതിനെ അതിജീവിച്ച് ഒരു ഘട്ടം അതിജീവിച്ച് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും പലയിടങ്ങളിലും വിജയം നേടിയ നിരവധി പേരുണ്ട്. അത്തരത്തിൽ നമ്മൾക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് നീതു. ഈ രോഗത്തെ അതിജീവിച്ച നീതു നമുക്കൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. നീതു, നമ്മൾ ഇപ്പോഴും ഈ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഒരു വയസ്സ് മുതൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റുന്ന രോഗം. അപ്പോൾ അവര് സ്കൂളുകളിലായാലും സമൂഹത്തിലായാലും മറ്റ് എവിടെയായാലും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, എന്ത് മാറ്റം വേണം, അവർക്ക് എന്ത് സഹായം വേണം, ഇതിലേക്കൊരു ശ്രദ്ധ തിരിക്കുക എന്നതാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ക്യാമ്പയിനിലൂടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നീതു സ്വന്തം അനുഭവത്തിൽ നിന്ന് നീതുവിന് എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെ സഹായങ്ങൾ സംവിധാനങ്ങളിൽ നിന്ന് വേണം എന്നാണ് പറയാനുള്ളത്? ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നീതു. ഞാനൊരു പബ്ലിക് സെക്ടർ ബാങ്ക് ഓഫീസറാണ്. ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് 30 വയസ്സ്. ഞാൻ 4 വയസ്സ് മുതൽ ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ആദ്യം തന്നെ അവരെ മാറ്റി നിർത്തുന്നത്, ഇപ്പൊ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഫസ്റ്റ് പറയേണ്ടത് എന്താന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ പിന്നോട്ട് വലിക്കരുത് ഒരു കാര്യത്തിലും. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എന്റെ പാരന്റ്സ് തന്നെയായിരുന്നു. ഒരിക്കലും അയ്യോ നിനക്കിത് വന്നുപോയി, അല്ലെങ്കിൽ നീ ഒരു ഡയബറ്റിക് ആണ്, നീ ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഒരു തരത്തിലും പിന്നോട്ട് വലിച്ചിട്ടില്ല. അത് തന്നെയാണ് മുന്നോട്ട് വരാൻ ഒരു ടൈപ്പ് 1 ആയിരിക്കെ എനിക്ക് സാധിച്ചതിനുള്ള റീസൺ. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇതൊരു കണ്ടീഷനാണ്. നമുക്കതില് എന്തോ ഒരു 100% ക്യൂർ ഇല്ല. ആ സത്യം ഉൾക്കൊള്ളുകയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉള്ളത് തന്നെ. ഇപ്പോഴും ചിന്തിക്കുമ്പോൾ എനിക്കിതില്ലായിരുന്നെങ്കിൽ എന്നുള്ള ഒരു മറുസൈഡ് എപ്പോഴും മനസ്സിൽ വരുമെങ്കിലും, ആ ഫാക്ട് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തോ അന്ന് തൊട്ടാണ് എന്റെ ലൈഫും ചേഞ്ച് ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പോകെ അതായത് ഞാൻ ഇപ്പോഴാണ് ഒത്തിരി ഗ്രൂപ്പ്സുമായിട്ട് എല്ലാം ഇടപഴകാൻ തുടങ്ങിയത്. അതിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, അതുവരെയ്ക്കും ഞാൻ ഇത് പുറത്തേക്ക് ഞാൻ ഇത് അറിയിക്കുന്നതും ഒരു പബ്ലിക് ഇന്ററാക്ഷനിൽ വരുന്നതിന് മുന്നേ ഞാൻ മാത്രമാണോ, എന്നെ ചുറ്റി എത്ര പേരുണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മളെ ചുറ്റി ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് കുട്ടികൾ ഇതുപോലെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കുട്ടി അല്ലെങ്കിലും ഇപ്പോഴും ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇതുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് വേദനയുണ്ട്. അതേസമയം ഞാൻ അപ്പോഴും ആലോചിക്കുന്നത്, ഈ പ്രായത്തിൽ തന്നെയായിരുന്നു എനിക്കും ഇത് വന്നിട്ടുള്ളതെന്നുള്ളതാണ്. എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ടോ? ഈ ഒരു ഡയബറ്റിക് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും മോശപ്പെട്ട ഇതെന്ന് വെച്ചാൽ, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം എല്ലാവരും ഈക്വലൈസ് ചെയ്തെടുക്കുമ്പോഴാണ്. എന്റെ 70 വയസ്സുള്ള അമ്മൂമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ട് എന്ന് പറയുന്ന അതേ ഇതിൽ തന്നെയാണ് ഒരു 4 വയസ്സുള്ള കുഞ്ഞിനുള്ള ഡയബറ്റീസിനെ കമ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് സമൂഹം മനസ്സിലാക്കേണ്ടത്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ 2 വകഭേദങ്ങളാണെങ്കിൽ അത് 2 പ്ലേറ്റ് തന്നെയാണ്. ഈ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇറ്റ്സ് ഡിഫറെന്റ്. അങ്ങനെ ഒരു ചെറിയ കുഞ്ഞ് വയസ്സായ ഒരാൾക്കുള്ള അതേ അസുഖമാണ് എനിക്കെന്ന് അറിയുന്നതാണ് ഏറ്റവും വലിയ മോശം അനുഭവം. അത് അത് ഉണ്ടാക്കുന്ന മുറിപ്പാട് ചെറുതും അല്ല. ഫസ്റ്റ് സമൂഹം മനസ്സിലാക്കേണ്ടത് ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള തിങ് ആണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇൻസുലിൻ പബ്ലിക് ആയിട്ട് അവർക്ക് ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന മോശം അനുഭവങ്ങൾ ഇൻ ദ സെൻസ് വന്ന് അവരോട് എപ്പോഴും സിമ്പത്തറ്റിക് ആയിട്ട്, അയ്യോ ഇഞ്ചക്ഷൻ, ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് തിങ്. അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘടകമാണ്. ഇവിടെ നീതു, നമ്മൾ ഈ ചെയ്ത റിപ്പോർട്ടിലും ക്ലാസ് മുറികളിൽ വെച്ച് ഇടവേളകളിൽ എപ്പോഴും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കി സ്വയം ഇൻസുലിൻ എടുക്കേണ്ടി വരുന്ന ആ അവസ്ഥയിലുള്ള കുട്ടികളുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ റിപ്പോർട്ടർ CV അനുമോദ് നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരും. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ, അത് ആ കുട്ടികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, ഈ ശുചിത്വമില്ലാത്ത ഇടങ്ങളിലൊക്കെ വെച്ചിട്ടാണ് അവർ ഇൻസുലിൻ എടുക്കേണ്ടുന്ന ഒക്കെ സാഹചര്യം. അപ്പോൾ നീതുവിന് സ്വന്തം അനുഭവത്തിൽ നിന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സംവിധാനം, ഒന്നുകിൽ ഇതിന് സഹായിക്കാൻ പര്യാപ്തരായ ആരെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്രത്യേക മുറിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം സ്കൂളിൽ ഉണ്ടെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത്. സ്കൂൾ ടൈമിൽ, എന്റെ സ്കൂളിംഗ് ടൈമിൽ ഞാൻ ഇൻസുലിൻ കൊണ്ടുപോകത്തില്ലായിരുന്നു. ഈ ഒറ്റ ഭയം കാരണം ഞാൻ ഗ്ലൂക്കോമീറ്ററും എന്റെ സ്കൂളിംഗ് ടൈമിൽ കൊണ്ടുപോയിട്ടില്ല.
ഞാൻ കോളേജിൽ വന്ന ശേഷമാണ് ഞാൻ ഇൻസുലിനും ഗ്ലൂക്കോമീറ്ററും കയ്യിൽ എപ്പോഴും ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതും ഇൻസുലിൻ സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു ടൈപ്പ് 1 ഡയബറ്റിക് ആയിരിക്കെ നോർമലി ഒരു 1 or 2 തവണ ഇൻസുലിൻ എടുത്താൽ നമുക്ക് അത് സഫീഷ്യന്റ് ആയിരിക്കത്തില്ല ഒരിക്കലും. സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റിക്സിലെ ഏറ്റവും അധികം കോമ്പാക്ട് ആയിട്ടുള്ളതും ഏറ്റവും അധികം യൂസ്ഫുൾ ആയിരിക്കുന്നത് അവരുടെ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ. ഞാൻ ആ ഭയം കാരണം ഞാൻ എന്റെ സ്കൂളിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇൻസുലിനോ ഗ്ലൂക്കോമീറ്ററോ. ബട്ട് കോളേജിൽ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടായപ്പോഴത്തേക്ക് I used to take my insulin and glucometer. സംവിധാനങ്ങൾ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നീതു തുടരുക. പറ്റുമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി നീതുവിലേക്ക് വരാം. നോക്കൂ, 20-25 വർഷം മുമ്പ് ഉള്ള നീതുവിന്റെ അനുഭവങ്ങളാണ് നീതു പങ്കുവച്ചത്. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലും ഇത്തരം രോഗാവസ്ഥയോട് അല്ലെങ്കിൽ ഇത്തരം ഇതിനോട് ചേർക്കുന്ന കുട്ടികൾക്ക് അനുഭവിക്കുന്നത് ഇതേ അവസ്ഥ തന്നെയാണ്. ഈ സംവിധാനങ്ങളിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇവരെ ഉൾക്കൊള്ളാനുള്ള ഒരു മാറ്റങ്ങളും സ്കൂളുകളിൽ വന്നിട്ടില്ല. നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. ഞാൻ അതിലേക്ക് വരാം. നമ്മൾക്കൊപ്പം ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, ഞാൻ ആദ്യം ചർച്ചയിലേക്ക് കടക്കും മുമ്പ് അനുമോദിനെ പ്രതീക്ഷിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്കൊപ്പം അതിഥികളുണ്ട്. അവർ കാര്യങ്ങൾ വിശദീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അനുമോദ്, ഒരു ആഴ്ച നീളുന്ന ഒരു ക്യാമ്പയിനായിട്ട് ഇത് ചെയ്തു. ഒരുപാട് പേരോട് സംസാരിച്ചു, ഒരുപാട് അനുഭവസ്ഥരെ നേരിൽ കണ്ടു, മനസ്സിലാക്കി, അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് ചെയ്തതാണ് പല സ്റ്റോറികളും. കണ്ണ് നനഞ്ഞു പോകുന്ന ചില റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. എന്താണ് മനസ്സിലാക്കിയത്? ഏറ്റവും അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകേണ്ടത് എവിടെയൊക്കെ എന്നാണ് മനസ്സിലാക്കിയത്? മൂന്ന് തരത്തിലുള്ള ഇടപെടലാണ് ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും വേണ്ടത്. ഒന്ന്, ആദ്യം നമുക്ക് സ്കൂളുകളിൽ നിന്ന് തുടങ്ങണം. നേരത്തെ നീതു അവർ പറഞ്ഞതുപോലെ തന്നെ സ്കൂളുകളിൽ വെച്ച് പരസ്യമായിട്ട് ഇൻസുലിൻ എടുക്കുന്ന അവസ്ഥ, അത് കുട്ടികൾക്ക് വലിയ തോതിൽ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ സുരക്ഷിതമായ ഒരിടത്ത്, ഹൈജീനിക് ആയ ഒരിടത്ത് വെച്ച് ഇവർക്ക് അവരുടെ പ്രൈവസി കീപ്പ് ചെയ്ത് ഈ ഇൻസുലിൻ എടുക്കാവുന്ന സംവിധാനം സ്കൂളുകളിൽ ഒരുക്കേണ്ടതുണ്ട്. രണ്ട്, ഇതോടൊപ്പം തന്നെ സ്കൂളുകളിൽ അധ്യാപകർക്ക് ഇൻസുലിൻ വെക്കാൻ, അതേപോലെ തന്നെ ഷുഗർ നില പരിശോധിക്കാനുള്ള പരിശീലനം നൽകേണ്ടതുണ്ട്. കാരണം പല രക്ഷിതാക്കളും സ്വന്തം ജോലി ഉപേക്ഷിച്ചാണ് കുട്ടികളുടെ ഈ ഷുഗർ നില പരിശോധിച്ച് ഇൻസുലിൻ കുത്തിവെക്കാൻ വേണ്ടി സ്കൂളുകൾക്ക് മുമ്പിൽ, ക്ലാസ് റൂം മുമ്പിൽ കാത്തു നിൽക്കേണ്ടി വരുന്നത്. അത് വലിയ ഒരു പ്രതിസന്ധിയാണ് തീർക്കുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ചെലവ് വലിയതായിട്ട് തന്നെ ഇതിനുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 15,000 രൂപയെങ്കിലും ഓരോ കുടുംബത്തിനും ഓരോ മാസവും മാറ്റിവെക്കണം ഈ ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട്. ഇത് ഒരു ദിവസമോ ഒരു മാസമോ നീളുന്നതല്ല, എല്ലാ മരണം വരെ ഇത് ഇങ്ങനെ തുടരേണ്ടി വരുന്ന അവസ്ഥ. അവിടെയാണ് നമ്മൾ സർക്കാരിന്റെ സഹായം കൂടുതലായിട്ട് ആവശ്യമുള്ളത്. മിഠായി പദ്ധതിയിൽ ഒരുപാട് പേർക്ക് ഇതിന്റെ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ പോലും 2 ലക്ഷം രൂപ എന്ന വാർഷിക വരുമാന പരിധി പല കുട്ടികൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭ്യമാകുന്നതിന് തടസ്സമാകുന്നുണ്ട്. 2 ലക്ഷം രൂപ വാർഷികം വരുമാനം എന്നത് ഇന്നത്തെ കാലത്ത് വലിയ ഒരു സംഖ്യയായിട്ടുള്ളതല്ല. പക്ഷേ ഒരു ശരാശരി വരുമാനക്കാരന് പോലും അയാൾക്ക് കിട്ടുന്ന മാസശമ്പളത്തിൽ 15,000 രൂപയോളം ചികിത്സയ്ക്ക് മാറ്റിവെക്കുക എന്നത് അവരുടെ സാമ്പത്തിക ഭദ്രതയെയും അവരുടെ കുടുംബത്തെയും തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ട് ഇവർക്ക് നൽകേണ്ട പിന്തുണ. പലപ്പോഴും നമ്മൾ 18 കഴിഞ്ഞവർ അവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർക്കൊന്നും സർക്കാർ സഹായം കിട്ടുന്നില്ല. കാരണം മിഠായി പദ്ധതിയിൽ അവർക്ക് ഇതിൽ അംഗത്വം കിട്ടുന്നില്ല. സർക്കാർ നൽകുന്ന ഇൻസുലിൻ പലപ്പോഴും ഇവർക്ക് സൗജന്യമായി ലഭിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്നതും പലപ്പോഴും ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. ഒപ്പം അവർക്ക് ജോലി തേടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇവർ ടൈപ്പ് 1 പ്രമേഹ രോഗിയാണെന്ന് അറിയുമ്പോൾ ജോലി നൽകാൻ പലരും വിമുഖത കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പലരും അതുകൊണ്ട് തന്നെ ഈ രോഗം പുറത്തു പറയുന്നില്ല എന്നതാണ് വലിയ ഒരു കാര്യം. ഈ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ടൈപ്പ് 1 പ്രമേഹ രോഗികളാണെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്ന ഒരു കാഴ്ചപ്പാട് അത് അറിയാതെ വരുന്നതാണ്. അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ മാറ്റണമെങ്കിൽ അവരെ കൂടുതൽ ചേർത്ത് നിർത്തി നമുക്കൊപ്പം അവരെ നിർത്താനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും സ്കൂൾ തലം മുതൽ സർക്കാർ തലങ്ങളിൽ ഇതിനു വേണ്ട നടപടികൾ കൃത്യമായിട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായും. ശ്രീ റിയാസ്, നമ്മൾ നീതുവിന്റെ അനുഭവം എന്താണെന്ന് പറഞ്ഞു, അതിനകത്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ആ വേദന, അനുഭവിച്ച വേദനകൾ, ഇപ്പോൾ അത് അതിജീവിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആ വേദന ആ വാക്കുകളിലുണ്ട്. പക്ഷേ നമ്മളുടെ സ്കൂളിലോ പൊതുസമൂഹത്തിനിടയിലോ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ഈ പദ്ധതികളുണ്ട്, അത് വളരെ പ്രതീക്ഷയോട് കണ്ട പദ്ധതിയാണ്. പക്ഷേ ഇപ്പോഴും ഇൻസുലിൻ സൗജന്യ നിരക്കിൽ ലഭ്യമാകാത്തവർ, സ്കൂളുകളിലെ ഈ അപര്യാപ്തതകൾ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാനൊരു പീഡിയാട്രിഷ്യനാണ്. കുഞ്ഞുങ്ങളുടെ പ്രമേഹം ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. ഒരുപക്ഷെ ഞാൻ ഈ PG വിദ്യാഭ്യാസം ചെയ്തിരുന്ന സമയത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ
വളരെ വലിയ മാറ്റങ്ങളാണ് ഈ കുഞ്ഞുങ്ങളുടെ ചികിത്സയുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഞാൻ 2000 ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇൻസുലിൻ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയും നിവൃത്തിയുള്ളൂ. ആശുപത്രിയിൽ നിന്ന് ഇൻസുലിൻ കൊടുത്തുവിടുന്ന ഒരു സംവിധാനം കേരളത്തിൽ എവിടെയും നിലവിലില്ല. അതേസമയം ഇന്ന് ഇൻസുലിൻ ഈ പറഞ്ഞതുപോലെ കുറേ പേർക്കെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞതുപോലെ എല്ലാ ആളുകൾക്കും ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള എല്ലാ ആളുകൾക്കും പ്രായഭേദമന്യേ ഇൻസുലിൻ ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട എയിം. പക്ഷേ എങ്കിൽ പോലും കുട്ടികൾക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ മിഠായി പദ്ധതി വഴിയോ ഇല്ലെങ്കിൽ മറ്റ് പദ്ധതികൾ വഴി ആരോഗ്യകരണം ഉൾപ്പെടെയുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ട് പദ്ധതി വഴി ഇൻസുലിൻ ലഭിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആരോഗ്യകരണത്തിന് വരുമാന പരിധി ഇല്ല. അത് മിഠായി പദ്ധതിക്ക് മാത്രമേ ഉള്ളൂ. ആരോഗ്യകരണം പദ്ധതി അനുസരിച്ച് കുട്ടികളുടെ എല്ലാ ചികിത്സയ്ക്കും നമുക്ക് ആശുപത്രിയിൽ നിന്ന് മരുന്നുകൾ ലഭിക്കുന്നതാണ്, ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നത്, അതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഡയബറ്റിക് ക്ലിനിക്കുകളുണ്ട്. നേരത്തെ ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞതുപോലെയുള്ള ഡയബറ്റിക് ക്ലിനിക്കുകളിൽ ഈ കുഞ്ഞുങ്ങൾ വരികയും അവരുടെ കൂട്ടായ്മകൾ ഉണ്ടാവുകയും അവർ ഈ അസുഖത്തിന് കുറേ കൂടി ധൈര്യത്തോടെ, ഇപ്പം നീതുവിൻ്റെ കാലത്തിനെ അപേക്ഷിച്ച് വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ കൂടിച്ചേരലുകളുണ്ട്. ഇപ്പോൾ 8 വയസ്സിന് മുകളിലുള്ള നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും തന്നെ ഇൻസുലിൻ എടുക്കാൻ അവർ പരിശീലിപ്പിക്കുന്നുണ്ട്. അവരുടെ പേരൻസിനെ നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലെ സ്കൂളുകളിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു മുറി ഈ കുട്ടികൾക്ക് വേണ്ടി ഉള്ളത് വളരെ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അങ്ങനെ ഒരു നിർദ്ദേശം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അങ്ങനെ ഒരു ഓർഡർ നമ്മുടെ സ്കൂളുകളിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു മുറി ഒരുക്കണമെന്നും അവിടുത്തെ ഒരു അധ്യാപകനെയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശീലനം കൊടുക്കണമെന്നുള്ളത്. പലപ്പോഴും പേരൻസുമായിട്ട് അധ്യാപകർ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പേരൻസ് ഞങ്ങൾ വിളിക്കാറുണ്ട്, അധ്യാപകർ വിളിക്കാറുണ്ട്. പലപ്പോഴും സ്കൂളിൽ വെച്ച് ഇതുപോലെ ഷുഗറിൻ്റെ അളവ് കുറയുന്ന അവസരങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. പേരൻസിനും ടീച്ചേഴ്സിനും വേണ്ടിയിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. ഈ പറഞ്ഞ പോലെ ഇപ്പം TV18 ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് ഈ ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാകും. നീതു പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇപ്പോൾ 70 വയസ്സായ അമ്മുമ്മയ്ക്കുള്ള അസുഖമല്ല എനിക്കുള്ളത് എന്നുള്ള ആ ഒരു കാര്യം നമ്മളെല്ലാവരും ഉറച്ച് ഈ സമൂഹത്തിനോട് പറയണം. കാരണം ഡയബറ്റിസ് എന്നുള്ള പേരിൽ മാത്രമേ ഈ 2 രോഗങ്ങൾ തമ്മിൽ സാമ്യമുള്ളൂ. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ കുറവാണ്. അപ്പം നേരത്തെ ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ആ ഹോർമോൺ കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ അവന് പിന്നെ ബാക്കി എല്ലാവരും ചെയ്യുന്നത് പോലെ സാധാരണ എല്ലാ കാര്യങ്ങളും MBBS സ്റ്റുഡൻസ് ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ. നമ്മുടെ ക്ലിനിക്കിൽ വന്ന് ഇവിടുന്ന് ഡയബറ്റീസ് കണ്ടുപിടിച്ച കുട്ടികൾ ഇപ്പോൾ ഡോക്ടർമാരാകാനുള്ള പരിശീലനം നടത്തുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇവരുടെ ചികിത്സയുടെ കാര്യത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികൾക്ക് ഒരു ഡിസബിലിറ്റി സ്റ്റാറ്റസ് കിട്ടുകയാണെങ്കിൽ, കാരണം പല രോഗങ്ങൾക്കും അങ്ങനെ ഒരു ഡിസബിലിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. ഇപ്പോൾ താലസീമിയ രോഗമുള്ള കുഞ്ഞുങ്ങൾക്ക് ഡിസബിലിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. ഹീമോഫീലിയ രോഗമുള്ള കുട്ടികൾക്ക് ഡിസബിലിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും പിന്നീട് ജോലിക്കുള്ള കാര്യത്തിലായാലും ഒരു മുൻഗണന കിട്ടും. അത് നമ്മുടെ നമ്മളുടെ ഈ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടിയ ഒരു വലിയ വിഷയമായിരുന്നു. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ശ്രീജിത്ത് കുമാർ, താങ്കളിലേക്ക് ഞാൻ വരാം. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വീണ്ടും ഡോക്ടർ ശ്രീജിത്ത് കുമാർ, നമുക്ക് സമയം കുറവാണ്, വളരെ ചുരുക്കി ഡോക്ടർ മറുപടി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഇൻസുലിൻ എടുക്കുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനുമായി നിരവധി കുത്തിവയ്പ്പുകൾ ഒരു ദിവസം വേണ്ടിവരുന്ന കുട്ടികളുണ്ടല്ലോ, വളരെ കുഞ്ഞു കുട്ടികളായാലും എല്ലാം. നമുക്ക് നൂതന ചികിത്സാ രീതികളിലേക്ക് മാറുക, ഈ പൈപ്പിംഗ് സെൻസറിംഗ് പൈപ്പ് പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് മാറുക, അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാകുമോ? നൂതന ചികിത്സാ രീതികൾ എത്രമാത്രം ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട്, അതിൻ്റെ സാധ്യതകൾ കൂടി പറയാം. ഓക്കെ, എനിക്ക് 2 മിനിറ്റ് തരിക. ഞാൻ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒരു 5 കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, അടിയന്തരമായി ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം ഒരു മാപ്പിംഗ്,
ആൻഡ് ഒരു വെബ്സൈറ്റ് വഴി കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും കമ്പൽസറി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, അതൊരു നോട്ടിഫയബിൾ ഡിസീസ് ആക്കുക, അത് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അവരുടെ മാപ്പ് കൃത്യമായി ഉണ്ടാക്കി കേരളത്തിലെ ഓരോ മേഖലയിലും എത്ര ടൈപ്പ് 1 ഡയബറ്റീസ് കുട്ടികൾ നമുക്കുണ്ട് എന്ന് അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓരോ മാപ്പിലും, അതായത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും താലൂക്ക് ആണെങ്കിലോ അവിടെയുള്ള കുഞ്ഞുങ്ങളെ സ്വകാര്യ അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ IMA ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനകത്ത് എല്ലാ പിന്തുണയും നൽകാൻ തയ്യാറാണ്. അങ്ങനെ അവരെ നമ്മൾ മാപ്പ് ചെയ്ത് ഓരോരുത്തരെയും ഒരു പീഡിയാട്രീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറിൻ്റെയോ ഒരു പൊതു സംരക്ഷണത്തിൽ കൊണ്ടുവരുവാനും അവർ പഠിക്കുന്ന സ്കൂളിൽ വേണ്ട മേൽനോട്ടം ഈ ഡോക്ടറിനും കൂടി ചുമതല നൽകിക്കൊണ്ട് ചെയ്യുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, യാതൊരു സംശയവുമില്ലാതെ എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള ഇൻസുലിനും ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പെങ്കിലും നമ്മൾ സൗജന്യമായി നൽകണം. എൻ്റെ അഭിപ്രായത്തിൽ 18 വയസ്സ് ഒരു നല്ല പ്രായമല്ല, 25 വരെയെങ്കിലും സാധിക്കുമെങ്കിൽ 30 വരെയെങ്കിലും കൊടുക്കണം. കാരണം നമ്മൾ പല കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും തൊഴിലായിട്ടില്ല. 4, ഇവരുടെ സെൽഫ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അവരുടെ തൊഴിലിനായാലും നേരത്തെ ഡോക്ടർ റിയാസ് പറഞ്ഞതുമാതിരി അവർക്ക് ഡിസേബിൾഡ് ആയിട്ട് കരുതുക, കൂടുതൽ തൊഴിൽ സംവരണങ്ങൾ കൊടുക്കുക, അവരുടെ തൊഴിലിന് അവരെ സഹായിക്കുക, അവരുടെ കല്യാണത്തിനും അവരുടെ ജീവിതത്തിനും കുടുംബത്തിനും അവരെ സഹായിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ടൈപ്പ് 1, അത് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈപ്പ് 1 പ്രമേഹമുള്ളവരോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളോ അവരുടെ രക്ഷിതാക്കളോട് പറയാൻ, ഇപ്പം നീതു തന്നെ മിടുക്കിയായിട്ടുള്ള ഒരു ബാങ്ക് ഓഫീസറാണ്, അതുപോലെ കേരളത്തിൽ നിരവധിയായിട്ടുള്ളവർ. അപ്പം ഈ ഇൻസുലിൻ എടുക്കുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റ് ജീവിതത്തിൽ എവിടെ എത്താനും ഇതൊരിക്കലും ഒരു തടസ്സമാവില്ല. ലോകസുന്ദരി ഉണ്ടായിട്ടുണ്ട്, നീന്തൽ ചാമ്പ്യൻ ഉണ്ടായിട്ടുണ്ട്, ഗുസ്തി ചാമ്പ്യൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഏത് അവസരത്തിലേക്കും എത്താൻ സാധിക്കും. ലാസ്റ്റിൽ ഒറ്റ ലൈൻ, നൂതന ചികിത്സ, അതായത് ഇൻസുലിൻ പമ്പോ അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് പോലെ ഉള്ളവ കോസ്റ്റ്ലിയാണ്, പക്ഷെ തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട്. ശരി, എന്തായാലും നീതു പറഞ്ഞത് ഇത് അക്സെപ്റ്റ് ചെയ്യുക, അതിനുശേഷം അതിജീവിക്കുക എന്നതാണ്. അതും ഒരു സന്ദേശമാണ്. നീതുവിന്റെ ആ വാക്കുകളും ഒരു സന്ദേശമാണ്. നമുക്കൊപ്പം ഇപ്പോൾ അബ്ദുൾ ജലീൽ, ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി പ്രതിനിധി കൂടി ചേരുകയാണ്. ശ്രീ അബ്ദുൾ ജലീൽ, നമുക്ക് പദ്ധതികളുണ്ട്, മിഠായി പദ്ധതി പോലെയുള്ള പദ്ധതികളുണ്ട്, അത് നടപ്പാക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പദ്ധതികൾ അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത, കൂടുതൽ കരുതൽ ഈ മേഖലയിൽ ആവശ്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് തോന്നിയിട്ടുള്ള, ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ള പ്രധാന കാര്യങ്ങൾ എന്താണ്? ആദ്യമേ ഞാൻ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഈ വേദനയും അതുപോലെ ടൈപ്പ് 1 ഡയബറ്റീസ് എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനും ന്യൂസ് 18 ഇത്തരത്തിലൊരു ചർച്ച എടുത്തതിന് ഞങ്ങൾ വളരെയധികം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഇതിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ റിയാസും അതുപോലെ ശ്രീജി സാറും ഒക്കെ പറഞ്ഞ പോലെ ടൈപ്പ് 1 കുട്ടികൾക്ക് പരിചരണം അത്യാവശ്യമാണ്. എന്നാൽ 2018 നമുക്ക് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ജുവനൈൽ പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിഠായി എന്നൊരു പദ്ധതി രൂപീകരിച്ചത്. എന്നാൽ ആ മിഠായി പദ്ധതി രൂപീകരിക്കുമ്പോൾ അതിൽ വെച്ചിരുന്ന 3-4 പദ്ധതികൾ, ഒന്ന് ഇൻസുലിൻ തെറാപ്പിയാണ്. ആ ഇൻസുലിൻ തെറാപ്പി കൃത്യമായി ഈ മിഠായി പദ്ധതിയിലുള്ള എല്ലാവർക്കും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നൽകുന്നുണ്ട്. പക്ഷെ അതിലൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് ഒരു ദിവസത്തിൽ 4-5 പ്രാവശ്യം നമ്മൾ ഈ കൈവിരലിൽ കുത്തിയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് ഏകദേശം ഒരു മാസത്തേക്ക് 210ഓളം സ്ട്രിപ്പ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഈ മിഠായി പദ്ധതി വഴി നമുക്ക് 50 സ്ട്രിപ്പാണ് ഒരു മാസത്തേക്ക് ഒരു കുട്ടിക്ക് ലഭിക്കുന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് CGMS കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം ഈ മിഠായി പദ്ധതി 2018 പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഉള്ളതാണ്. അത് നമുക്ക് 2 വർഷങ്ങൾക്ക് മുൻപ് 3 പ്രാവശ്യങ്ങളായിട്ട് ഓരോ കുട്ടിക്ക് അത് കിട്ടിയിട്ടുണ്ട്. പിന്നീട് 2 വർഷമായിട്ട് അത് നിർത്തലാക്കിയിട്ടാണുള്ളത്. ആ CGM നമ്മൾ കുട്ടികളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ 14 ദിവസത്തേക്ക് ഈ കുട്ടികളുടെ വിരലിൽ കുത്താതെ ഷുഗർ നമുക്ക് മോണിറ്ററിങ് ചെയ്ത് നല്ല നിലയിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് അതിനാവശ്യമായ ഇൻസുലിൻ കൊടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ അത് സർക്കാർ നിർത്തലാക്കിയിട്ടാണുള്ളത്. അപ്പൊ അതൊക്കെ ഈ മിഠായി പദ്ധതിയിലുള്ളതാണ്. അതുപോലെ തന്നെയാണ് ലിവിങ് വിത്ത് ഡയബറ്റീസ് നമ്മുടെ ഈ ഒരു പദ്ധതി തുടക്കത്തിലുള്ളതാണ്. അത് നമ്മുടെ കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുമിച്ച് താമസിപ്പിച്ച് അവർക്ക് വേണ്ട വിദഗ്ധ പരിശീലനം നൽകുന്ന ഒരു ക്യാമ്പാണ്. പക്ഷെ ഇതുവരെ 2022 ആയിട്ടും അത്തരത്തിലുള്ള ഒരു പദ്ധതി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല.
നമ്മള് ഈ ഇതുപോലെ ഈ സ്കൂളുകളിൽ കുട്ടികൾ ഇൻസുലിൻ കൊണ്ടുപോകാത്തത് മറ്റുള്ള ഈ ബാത്റൂമിലൊക്കെ പോയി ഇൻസുലിൻ വെക്കേണ്ട ഒരു അവസ്ഥ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ശരി, അത്തരം പോരായ്മകൾ ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ നജീബ് കാന്തപുരം MLA കൂടി ചേരുന്നു. ശ്രീ നജീബ് കാന്തപുരം, ഈ വിഷയം പഠിക്കുകയും ഇതിൽ ഇടപെടലുകൾ നടത്തുകയും നിയമസഭയിൽ ഉൾപ്പെടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്ത വ്യക്തിയാണ് താങ്കൾ. പക്ഷേ ഇപ്പോഴും ചില പോരായ്മകൾ ഉണ്ട് എന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താങ്കൾക്ക് ലഭിച്ച മറുപടികൾ, സഭയിൽ ലഭിച്ച മറുപടികൾ, താങ്കളുടെ ഉയർത്തിയ വിഷയത്തോടുള്ള സമീപനമൊക്കെ എന്തായിരുന്നു? ഈ വിഷയം വളരെ ഗൗരവമായിട്ട് ഇനിയും സർക്കാർ എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ഒന്നാമത്, ഞാൻ എന്റെ അനുഭവത്തിൽ തന്നെ നേരിട്ടുള്ള എന്റെ ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ഇത്തരം ഒരു അനുഭവത്തിന്റെ തീക്ഷ്ണമായിട്ടുള്ള ഒരവസ്ഥ എനിക്ക് മനസ്സിലായത്. ഒരു കുട്ടിയും അമ്മയും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ എന്റെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്ത ഈ കുട്ടിക്ക് ഇടയ്ക്കിടെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കണ്ടാണ് ഞാൻ വളരെ അത്ഭുതത്തോടെ എന്താണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ ആ അമ്മ എന്നോട് പറഞ്ഞത്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിന്റെ പിറകെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സബ്മിഷൻ കൊണ്ടുവന്നു, ക്വസ്റ്റ്യൻ കൊണ്ടുവന്നു. അതിലൊക്കെയും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ഇടപെടാം എന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ ഒരു സ്കൂളുകളിലേക്കും ഇത് സംബന്ധമായിട്ടുള്ള ഒരു അറിയിപ്പും ഔദ്യോഗികമായിട്ട് സർക്കാർ അറിയിച്ചിട്ടില്ല. ഒന്നാമത് നമുക്ക് ചെയ്യേണ്ട കാര്യം, എല്ലാ വിദ്യാലയങ്ങളിലും നിർബന്ധമായിട്ടും ഒരു ടീച്ചറെയെങ്കിലും പരിശീലിപ്പിച്ച് ടൈപ്പ് 1 പ്രമേയ രോഗികളായ കുട്ടികൾക്ക് അവിടെ വെച്ച് ഇൻസുലിൻ കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കിയേ തീരുള്ളൂ. രണ്ടാമത്തെ പ്രശ്നം ഈ ഇൻസുലിന്റെ ലഭ്യതയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട 2 മിഷൻ കുട്ടികൾക്ക് എപ്പോഴും ഈ കുട്ടികളുടെ വിരലിൽ നമുക്ക് സൂചി കുത്തിയാണ് രക്തം എടുക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം. അതിന് അവരെ ഇൻസുലിൻ ലെവൽ ഓട്ടോമാറ്റിക്കലി അറിയാവുന്ന ഒരു മെഷീൻ നമുക്ക് ആകെ ഒരു 5000-ഓ 6000-ഓ കുട്ടികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിന് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ ഉന്നയിച്ചിരുന്നത് 2 ലക്ഷം രൂപ പരിധി വെച്ചുകൊണ്ടാണ് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഇപ്പോൾ മിഠായി വഴിയൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അതൊരിക്കലും പ്രായോഗികമല്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 ലക്ഷം രൂപയുടെ ഒരു വരുമാന പരിധി എന്ന് പറയുന്നത് ആ രക്ഷിതാക്കൾക്കും താങ്ങാൻ കഴിയുന്നില്ല ഒരു കാര്യമല്ല. ഇത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ സ്വത്താണ്. 15,000 രൂപയോളം മാസം തന്നെ ചെലവ് വരും. അങ്ങനെയാണെങ്കിൽ ആ വരുമാന പരിധി എന്ന് പറയുന്നത് മുഴുവൻ ഇതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ക്ഷമിക്കണം ശ്രീ നജീബ് കാന്തപുരം, സമയം കടന്നുപോയതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും കൂടുതൽ ശ്രദ്ധ ഈ വിഷയത്തിൽ വേണം. നമ്മൾ ഭിന്നശേഷി സൗഹൃദമാകണം, അല്ലെങ്കിൽ അവരുടെ ഒപ്പമാക്കണം എന്ന് പറയുമ്പോൾ പോലും നമ്മളുടെ സമൂഹം എത്രമാത്രം ഭിന്നശേഷി സൗഹൃദമാണ് എന്നൊരു ചോദ്യം അവിടെയും ബാക്കിയാണ്. അപ്പോൾ ഇത്തരം ആളുകളെ, വ്യക്തികളെ, കുട്ടികളെ ചേർത്ത് നിർത്താൻ സമൂഹം ഒന്നടങ്കം മാറേണ്ടതുണ്ട്. കൂടുതൽ ശ്രദ്ധ ഈ മേഖലകളിൽ പതിയേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനിലൂടെയും ലക്ഷ്യമിട്ടത്. അതിലേക്ക് ആ ശ്രദ്ധ പതിപ്പിക്കുന്നതിലേക്ക് ഒരു വഴി തുറക്കാൻ ഈ ചർച്ചയ്ക്കും ഞങ്ങളുടെ സ്റ്റോറികൾക്കും കഴിയട്ടെ എന്ന് ആശിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും നന്ദി.